ഒരു കുഞ്ഞു കുസൃതിയുടെ പേരിൽ അവന് നഷ്ടമായത് അവൻ്റെ ജീവൻ തന്നെയാണ്. അമ്മേ എന്ന് വിളിക്കാൻ പോലും അനുവദിച്ചില്ല. ആ കുഞ്ഞു ശരീരം ആ യന്ത്രത്തിനുള്ളിൽ പിടഞ്ഞു തീർന്നു. മനസാക്ഷിയുള്ള ആർക്കും താങ്ങാൻ കഴിയാത്ത ഒരു വാർത്തയാണിത്. സ്വന്തം ചോരയിൽ പിറന്ന മകനോട് ഒരച്ഛനും അമ്മയും ഇത്ര വലിയ ക്രൂരത ചെയ്യുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? 2011 നവംബറിൽ ഫ്രാൻസിനെ ആകെ നടുക്കിയ 3 വയസ്സുകാരൻ ബാസ്റ്റ്യൻ ചാമ്പനോയിഡിൻ്റെ കൊലപാതക വാർത്ത ഇന്നും ലോകത്തിൻ്റെ നോവാണ്. പാരീസിനു കിഴക്കുള്ള മാമോ എന്ന ഗ്രാമത്തിൽ നടന്ന ഈ സംഭവം കേട്ടാൽ ആരുടെയും കണ്ണൊന്ന് നിറഞ്ഞു പോകും. ഒരു സാധാരണ ദിവസം സ്കൂളിൽ വെച്ച് തൻ്റെ സഹപാഠിയുടെ ഡ്രോയിങ് നശിപ്പിച്ചു എന്ന നിസ്സാര കാര്യമാണ് ബാസ്റ്റ്യൻ്റെ അച്ഛനായ ക്രിസ്റ്റോഫ് ചാമ്പനോയിസിനെ പ്രകോപിപ്പിച്ചത്. താൻ പറയുന്നത് അനുസരിക്കാത്ത മകനെ ശിക്ഷിക്കാൻ ആ പിതാവ് കണ്ടെത്തിയത് വീട്ടിലെ വാഷിംഗ് മെഷീനായിരുന്നു. ബാസ്റ്റ്യൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി നഗ്നനാക്കി അവനെ ആ യന്ത്രത്തിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. തുടർന്ന് മെഷീൻ്റെ വാതിലടച്ച് അത് കോൾഡ് വാഷ് മോഡിൽ പ്രവർത്തിപ്പിച്ചു. ഏകദേശം 30 മിനിറ്റോളം ആ കുഞ്ഞ് ആ മെഷീനുള്ളിൽ കിടന്ന് പ്രാണവേദനയിൽ നിലവിളിച്ചു. ആ സമയം മുഴുവനും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ക്രിസ്റ്റോഫ് തൻ്റെ കമ്പ്യൂട്ടറിൽ സോഷ്യൽ മീഡിയയിൽ നോക്കി ഇരിക്കുകയായിരുന്നുവെന്നത് ക്രൂരതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഈ ക്രൂരതയ്ക്ക് മൗനാനുവാദം നൽകിയ ബാസ്റ്റ്യൻ്റെ അമ്മ ഷാർലറ്റ് കുഞ്ഞു മെഷീനുള്ളിൽ കിടന്ന് അലറിക്കരയുമ്പോൾ തൻ്റെ മൂത്ത മകളോടൊപ്പം പസിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പസമയത്തിനു ശേഷം യന്ത്രം തുറന്ന് ബാസ്റ്റ്യനെ പുറത്തെടുക്കുമ്പോൾ അവൻ ജീവനറ്റ നിലയിലായിരുന്നു. മകൻ്റെ ജീവനറ്റ ശരീരം കണ്ടപ്പോൾ ആ പിതാവ് പറഞ്ഞത് ഇനി ഇവൻ നമ്മളെ ശല്യം ചെയ്യില്ലല്ലോ എന്നായിരുന്നു. ആശുപത്രിയിലെത്തിച്ച് പടികൾക്ക് മുകളിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞ് ബാസ്റ്റ്യൻ നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബാസ്റ്റ്യൻ്റെ 5 വയസ്സുകാരിയായ സഹോദരിയാണ് ഡോക്ടറോട് സത്യം വെളിപ്പെടുത്തിയത്. വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ ബാസ്റ്റ്യൻ്റെ അച്ഛന് 30 വർഷത്തെ തടവ് ശിക്ഷയും അമ്മയ്ക്ക് 12 വർഷത്തെ തടവ് ശിക്ഷയും കോടതി വിധിച്ചു. ഒരു നിസ്സാര തെറ്റിൻ്റെ പേരിൽ ആ പിഞ്ചു ബാലന് അനുഭവിക്കേണ്ടി വന്നത് വിവരണാതീതമായ വേദനയാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ തെറ്റുകൾ ചെയ്യും. അവർ കളിച്ചു വളരേണ്ടവരാണ്, പക തീർക്കാനുള്ളവരല്ല. ആ പിഞ്ചോമനയുടെ ആത്മാവിന് നിത്യശാന്തി നേരാം നമുക്ക്. കൂടുതൽ വാർത്തകൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ലൈക്കും കമൻറ്റും തരാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.